ചെരുപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുണ്ട്. ഈ കൂട്ടിയിട്ടേക്കുവാണേ. ഈ ചെരുപ്പിലേക്ക് വരുമ്പോ റേറ്റ് വന്നിട്ടുള്ള ആംപ്ലിഫയറിന്റെ റേറ്റും കാര്യം ചോദിച്ചറിഞ്ഞാലോ? അതിന് എത്ര റേറ്റ് വരണേ? ടിവിക്ക് എത്ര റേറ്റ് വരണേ? ഇതിനൊക്കെ എത്ര റേറ്റ്? 200 രൂപ. അപ്പൊ നമുക്ക് ബെൽറ്റ്, ബാറ്റ് അതിന്റെയൊക്കെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്. അപ്പൊ റേറ്റും കാര്യം ചോദിച്ചറിഞ്ഞാലോ? ആ ബാറ്റിന് എത്ര റേറ്റ് വരണേ? ബാറ്റ് 100 രൂപ റേറ്റ് ആണ് വരുന്നേ. ബെൽറ്റോ 60. ഇൻഡക്ഷൻ കുക്കർ 600, 600. ഇനി സ്കൂട്ടർ വയർ, സ്പാനർ സെറ്റ് അതിന്റെയൊക്കെ റേറ്റും കാര്യം ചോദിച്ചറിഞ്ഞാലോ? ഇതിന്റെ റേറ്റ് വരുന്നത് 200 അല്ലേ? 200. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റ്. ഇതിനോ 100 രൂപ. ഇതൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 ആണ്. അതെ. ഇതിന് 50. ഈ ചുറ്റികയോ 150. ഈ സൈക്കിൾ പമ്പോ 100 രൂപ. ഇതിന് എത്ര റേറ്റ്? ഇതെല്ലാം 120 രൂപ. 120 അതെ. 100 രൂപയ്ക്ക് തരാമോ? ഈ പാൻഡ്ര സെറ്റിനൊക്കെ വരുന്നത് വെറും 150 രൂപ മാത്രം. 150 രൂപയുള്ള സെറ്റോടെ. ഇനി ഈ കോഡ് ഇതെത്ര ബോർഡ്? ഇതിനെത്ര? ഇതിന് 300 രൂപയുള്ള 5 മീറ്റർ വയറ് 300 രൂപ. ഗ്യാരണ്ടി. ஹெவி ஐட்டம் இருக்குல்ல, ஹெவி லேப்டாப் அது இது ஹெவி ஐட்டம் எல்லாம் போடலாம். ஹெவி ஐட்டம் எல்லாம் போடலாம். லேப்டாப் எல்லாம் போட்டுக்கலாம். இது உங்களுக்கு கேரண்டியான ஐட்டம், ஒன்றும் ஆகாது. இது உங்களுக்கு 200 ரூபா ஆகும். இதெல்லாம் 100 ரூபா. 170. நல்லா இருக்கும் ஐட்டம், நல்ல ஐட்டம், ஹெவியா இருக்கும், நல்லா இருக்கும். 100 ரூபா. இந்த கத்திரி எல்லாம் 80 ரூபா. 80. கத்திரி 80. இன்னும் கொஞ்ச நேரம் ஆகணும், எல்லாம் எடுத்து வைக்கணும். சரக்கு மூட்டையில இருக்கு. இதெல்லாம் 100 ரூபா, 150 ரூபா, 150 ரூபா. சைஸுக்கு தகுந்த மாதிரி, சைஸுக்கு தகுந்த மாதிரி 120 ரூபா, 150 ரூபா, 100 ரூபா. ஏன்னா எடுத்தீங்களா? ഇനി നമുക്ക് ചെരുപ്പിന്റെ കളക്ഷൻ ഒന്ന് നോക്കാം. ചെരുപ്പിന്റെ വരുമ്പോൾ ലെതർ ടൈപ്പിന്റെ ചെരുപ്പുകളാണ് ഇവിടെ കൂടുതൽ. കൂട്ടിയിട്ടേക്കുവാണ്. ഈ ചെരുപ്പിലേക്ക് വരുമ്പോ റേറ്റ് വന്നിട്ടുള്ള 150 രൂപ റേറ്റ് ആണ്. ഇതൊക്കെ 150 രൂപന്റെ കളക്ഷനാണ്. ഇത് ലേഡീസ് കളക്ഷൻ ഉണ്ട്, ജെന്റ്സിന്റെ. അങ്ങനെ ഇതിൽ തന്നെ ലെതർ ടൈപ്പും ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസും വരുന്നുണ്ട്. അങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാ. സ്റ്റാർട്ടിങ് എത്ര? 100 രൂപ. 100 രൂപ സ്റ്റാർട്ടിങ് കിടക്കുന്നത് 100 രൂപ റേറ്റ് ആണ്. ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 80 രൂപ റേറ്റ് ആണ്. എല്ലാ ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് ഉണ്ട്. എല്ലാം 80 ആണോ മോനെ? 100 ഉണ്ട്, 80 ഉണ്ട്. ഇതൊക്കെയോ? ഇതിനെത്ര? റേറ്റ് 50. നമുക്കപ്പോ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ചെറിയ റേറ്റ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ആ ടിവിക്ക് എത്ര റേറ്റ്? ടെലിവിഷൻ 6000 രൂപ റേറ്റ് അതിന് വരുന്നത്. LED TV സാംസങ്ങിന്റെ ആണ്. 40. ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. പാത്രത്തിന്റെ നല്ല കളക്ഷൻ ഉണ്ട്. ഒക്കെ ചെറിയ റേറ്റ്. ഇതൊക്കെ പഴയകാല സാധനങ്ങളാണ്. ആ ഫോണിന് എത്ര റേറ്റ്? 2000.
ഇപ്പൊ പഴയ സാധനങ്ങൾ വേണ്ടവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ അല്ലേക്കാ. സെക്കൻഡ് 600 രൂപ അല്ലേ. ആ ലാപ്ടോപ്പിനോ കമ്പ്യൂട്ടർ 700. എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ വാങ്ങിക്കാവുന്നതാണ്. മൊബൈൽ ഹോൾഡറിന് എത്ര റേറ്റ് വരുന്നേ? 250 റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനോ 100 രൂപ. ഇതിനൊക്കെ ഈ കേബിളോ 100 രൂപ. ഇത് 4 അല്ലേ? 3 ഉണ്ട്. 3 കേബിൾ വരുന്നുണ്ട്. ഈ കാൽക്കുലേറ്ററോ അതെന്താ? ഇതിനോ കാൽക്കുലേറ്റർ 200 രൂപ അല്ലേ? ഈ സി ടൈപ്പ് കേബിളിനോ അതിൽ 50 രൂപ. സ്പീക്കർ ആ ചെറിയ സ്പീക്കറിന്റെ റേറ്റ് വരുന്നേ 250 രൂപ. 250. 350 400. ആ സ്പീക്കറോ ചെറുത് ആ 250. 250. അപ്പൊ നമ്മൾ എത്തിച്ചേർന്നേക്കുന്നത് സെക്കൻഡ് സാധനങ്ങൾ കിട്ടുന്ന കടയാണ്. ഇവിടെ TV, സ്പീക്കർ അതിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് റേറ്റും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാലോ. ടിവിക്ക് എത്ര റേറ്റ് വരുന്നേ? ടിവിക്ക് എത്ര റേറ്റ് വരുന്നേ? ടെലിവിഷന് 6000. ഓക്കെ. പിന്നെ ചെറിയ സ്പീക്കർ ഒക്കെ ഇത് 3000 1000 2000 இப்படி இருக்கு. സോണിന്റെ അല്ലേ? ഓക്കെ. അതാ ടേപ്പ് 1000. സൺഡേ മാത്രമേ ആണുള്ളൂ. അപ്പൊ നമുക്കിനി വാച്ചിന്റെ മുമ്പോട്ട് വന്നപ്പോൾ വാച്ചിന്റെ ചെറിയൊരു കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ റേറ്റും കാര്യം നമുക്ക് നോക്കാം. 150. ചെയിന്റെ വാച്ചോ 250. ക്ലോക്ക് ഒക്കെ 100 അല്ലേ? അപ്പൊ ഇനി ചെരുപ്പിലേക്ക് വരുമ്പോ ഏതെടുത്താലും റേറ്റ് വരുന്ന 200 രൂപ റേറ്റ് ആണ്. ലേഡീസിന്റെ ചെരുപ്പില്ല 150. അതെവിടെ? എടുക്കണേ ഉള്ളു. സാധനങ്ങളൊക്കെ എടുത്തു വെക്കണതേ ഉള്ളു. ചെരുപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുണ്ട്. ഫിക്സ്ഡ് റേറ്റ് 200 ഫിക്സ്ഡ് റേറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ചെരുപ്പ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്നും വരുന്നില്ല. ചെരുപ്പിന് ഒന്നും ഡാമേജ് ഒന്നും പറ്റുന്നില്ല. നമ്മള് വലിച്ചു പൊട്ടിച്ചാൽ പോലും ഒന്നും അതിന് ഒന്നും പറ്റുന്നില്ല ചെരുപ്പിന്. ഈ ബാഗിന്റെ കളക്ഷനിലേക്ക് വരുമ്പോ ലെതർ ടൈപ്പിന്റെ ബാഗുകളാണ് ഇവിടെ. അപ്പൊ ബാഗിന് കട്ടിയുണ്ട്. ലെതർ ടൈപ്പിന്റെ ബാഗിന്റെ റേറ്റും കാര്യം ചോദിച്ചറിയാം അല്ലേ? ഇതിനൊക്കെ എത്ര റേറ്റ്? 200 രൂപ. ഏതെടുത്താലും 200 രൂപ. ഏത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടേ. ബാഗുകൾ ചെറിയ ബാഗുകളും ഉണ്ട്, വലിപ്പമുള്ള ബാഗുകളും ഉണ്ട്. ഇവിടെ തന്നെ ചില കടകളിൽ റേറ്റ് കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റേറ്റ് കുറച്ച് വാങ്ങിക്കേണ്ടതാണ്. ആദ്യം ഒരു നല്ല റേറ്റ് കൂട്ടിയാണ് പറയുന്നത്. പിന്നെ റേറ്റ് കുറച്ച് നമുക്ക് ഒരു റേറ്റിൽ ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് റേറ്റിൽ എത്താവുന്നതാണ്. പിന്നെ എത്ര? 50. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള 50 കേട്ടോ. ഇതിനെത്ര? 250. അതൊന്നും എടുത്തേക്ക്. ആ പാൽക്കുപ്പി പാൽപാത്രം പണ്ടത്തെ ഒരു ഇതല്ലേ, അതിനെത്ര? സൈക്കിളിന് എത്ര ഏട്ടാ? 700. ഓക്കെ. ഇതെല്ലാം തടികളിലുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇവിടെ നല്ല വിൽപ്പനയുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വാങ്ങുന്നുണ്ട്. നമുക്ക് വീടുകളിലൊക്കെ ഇതിങ്ങനെ ഭംഗിക്കൊക്കെ വേണ്ടി വെക്കാനൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ആ ചീപ്പ് 50 രൂപ റേറ്റ് ആണ് പറഞ്ഞ റേറ്റ് 30 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് കുറച്ചൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ മുറമൊക്കെ ഇല്ലേ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുറത്തിന് പകരമുള്ള തടി കൊണ്ടുള്ള മുറ, അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ആംപ്ലിഫയർ അത് കുറച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ റേറ്റും കാര്യം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഹോം ടൂണ് ഹിമാട്ടു 1600. സ്റ്റാർട്ടിങ് എത്ര? 1600. അതിനെത്ര റേറ്റ് വരുന്നേ? ഈ യൂണിക്കോൺ 1500.
പൗച്ചിനൊക്കെ എത്ര റേറ്റ്? ഇതൊക്കെ റേറ്റ് വന്നിട്ടുള്ള 80-100 കേട്ടോ. ഗേൾസിന് പറ്റിയ ഒരുപാട് തരം പൗച്ചുകൾ ഇവിടെ ഉണ്ടായിരുന്നേ. ഈ മിക്കി മൗസിന്റെയും ടെഡി ബിയറിന്റെയും ഒക്കെ പിക്ക് വന്നിട്ടുള്ള പൗച്ചുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് കൂടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ശേഷം 1/2 കിലോമീറ്റർ നമുക്ക് നടക്കാവുന്ന ദൂരമുള്ള, ഞങ്ങൾ നടന്നിട്ടായി പോയി വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നടക്കാവുന്ന ദൂരമുള്ള അവിടുന്ന് മരക്കട എന്നാണ് ആ മാർക്കറ്റിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്